മറവി എന്നൊരു രോഗം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഇത് കേൾക്കുന്ന എത്ര ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പല ആളുകളും വന്നിട്ട് പറയലുണ്ട്, ഞാൻ ഒരുപാട് സമയം ബുക്ക് എടുത്തിട്ട് വായിക്കുന്നുണ്ട്, രാവിലെ തൊട്ട് രാത്രി വരെ വായിക്കുന്നുണ്ട്, പക്ഷേ എക്സാം സമയത്ത് ഇതൊന്നും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയലുണ്ട്. അതുപോലെ ചില ആളുകൾ പറയലുണ്ട്, കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിൽ പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോർ റൂമിൽ പോയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും, കുറേ സമയം ആലോചിച്ച് നിൽക്കും, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് അവർക്ക് അത് ഓർക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, നേരെ കിച്ചണിൽ ബെഡ്റൂമിൽ പോയിട്ട് ബെഡ്റൂമിൻ്റെ ഷെൽഫൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ആലോചിച്ച് നിൽക്കും, ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത്, ഓർമ്മ കിട്ടലുണ്ടാവില്ല. അതുപോലെ നമ്മളെ മൊബൈൽ, കണ്ണട, മൊബൈൽ മറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മിസ് കോൾ അടിച്ചാൽ കിട്ടും. കണ്ണട, വാച്ച്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് പല സമയത്തും എവിടെ വെച്ചു എന്നുള്ളത് നമുക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. ചില സാധനങ്ങൾ നമ്മൾ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഭദ്രമായിട്ട് എടുത്തു വെക്കുന്ന സാധനം തീരെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള മറവികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പല ആളുകളും ഇതൊരു രോഗമായിട്ട് കാണുന്നുണ്ടാവും, അയ്യോ എനിക്കിപ്പോൾ മറവി വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതൊരു രോഗമല്ല, ചിലത് രോഗമാവും, പക്ഷേ 100-ൽ 80% ആളുകൾക്കും എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളതിനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ആൻസർ പറയുന്നത്. അതിൻ്റെ ഒരു കാരണം, നമ്മളെ മൈൻഡിൽ നമ്മൾ വേറെ കാര്യങ്ങൾ ഒരുപാട്, നമ്മളെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരുപാട് ഒരേ സമയത്ത് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൺ ടൈമിൽ ചെയ്യും. എന്നാൽ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിന് ഏതെങ്കിലും ഒന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് ബുക്ക് വായിക്കുന്നുണ്ടാവും, നിങ്ങൾ ബുക്ക് വായിക്കുന്നുണ്ടാവും, പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളെ മൈൻഡിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നതോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പഠിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ക്ലാസ് ടൈമിലാവും, നിങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊരു ലോകത്താവും ഉണ്ടാവുക. നമ്മളെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേഗത കൂടിയ ഒരു വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സാണ്. അതിനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിൽ പോകണം, ദുബായിൽ പോകണം, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, പോയി വരാം എന്നുള്ളത് നമ്മളെ മനസ്സിൻ്റെ ഒരു പവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കണം. മിക്കവാറും ആളുകൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്താവും ചിലപ്പം വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ, ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, അമ്മായിമ്മ തമ്മിലുള്ള പ്രശ്നമായിക്കോട്ടെ, പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടാകും, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സങ്കടങ്ങളൊക്കെ വെച്ചിട്ടാവും നമ്മൾ ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു സമയത്തേക്കാരും ചിലപ്പോൾ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ നമ്മൾ ഇട്ട് വെച്ച ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചിലപ്പം അപ്പുറത്തെ സ്റ്റോർ റൂമിലൊക്കെ പോയിട്ട് എടുത്തിട്ട് വരേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടാവുക. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ എന്താണ്, നമ്മളെ മനസ്സിൽ കടന്നിങ്ങനെ അല അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അലയടിക്കുന്ന ആ ഒരു സമയത്താണ് ഇത് ഉപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയുന്നത്, ഇതിൽ സാധനം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആ സാധനത്തിന് പോകണം. പക്ഷെ ആ പോണ സമയത്തും നമ്മളെ ഉള്ളിൽ എന്തുണ്ട്, ഈ ഒരു ചിന്തകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം സേവ് ചെയ്ത് വെക്കുള്ളൂ, ആ സേവ് ചെയ്ത കാര്യമാണ് നിങ്ങൾക്ക് ഓർത്താൽ കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്ക് മറവി എന്ന ഒരു രോഗമല്ല. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. അതിനെക്കുറിച്ച് മാത്രമാവും നിങ്ങൾ ഓർമ്മ എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മറവി എന്നുള്ളത് നിങ്ങളെ കൂടെ പുറപ്പായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ എപ്പോഴും ഒരേ സ്ഥലത്താണ് നമ്മളെ കണ്ണട, വാച്ച്, മൊബൈൽ, അതല്ലെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഉള്ള ഒരു സാധനം നമ്മൾ ഒരേ സ്ഥലത്താണ്, ചാവിയൊക്കെ നമ്മൾ ഒരേ സ്ഥലത്താണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ പോയിട്ട് എടുക്കും. എങ്ങാനും അതൊന്ന് മാറി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ഓർത്താലും അത് കിട്ടൂല എന്നുള്ളത്. ഓർത്താൽ കിട്ടും, അത് മനസ്സിൽ നമ്മൾ ആ ഒരു കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ബോധത്തോട്, വേറെ ചിന്തയൊന്നും കൂടാതെ ഞാൻ ഇന്ന സ്ഥലത്ത് മാറ്റി വെക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കിട്ടും. പല സാധനങ്ങളും അങ്ങനെ തന്നെ, നമ്മൾ ചിലപ്പം തിരക്കിൽ, ചിലപ്പോൾ കുട്ടികൾ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വേജാറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും.
പക്ഷേ ഈ സാധനം പിന്നെ തിരിയിട്ട് തിരഞ്ഞാലും കാണൂല. അപ്പം എന്താണ് ആ ഒരു സമയത്ത് നമ്മളെ മൈൻഡിൽ അവർ കാണുമോ അതല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കലാണത്. അപ്പോഴും നമ്മളെ മനസ്സിൽ വേറൊരു കാര്യമാണുള്ളത്, വേറൊരു ടെൻഷനാണ്. ആ ടെൻഷനോട് കൂടിയിട്ട് സാധനം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാവും ആ സാധനം നമുക്ക് കിട്ടുക, എന്തിനെങ്കിലുമൊക്കെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം മറവി എന്നുള്ളത് ഒരു രോഗമല്ല, രോഗം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് മറവി എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അത് പഠിക്കുമ്പോഴാണെങ്കിലും ശരി, കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഇനി എന്ത് ജോലിയിലാണെങ്കിലും ശരി, അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സിൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു മറവി രോഗം നമുക്ക് മാറ്റാനാവും. മറവി എന്നുള്ളൊരു രോഗം ഉണ്ട്, അത് വേറെ ലെവലിലാണ്. അപ്പോൾ എല്ലാതും ആ ഒരു രോഗമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ചാനൽ, ഈ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.